ശേഷം ഹസ്ബൻഡും ഗീതച്ചും തമ്മിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരുന്നു. അപ്പീൽ എൻ്റെ അവിടുത്തെ വക്കീലിനെ സ്വാധീനിച്ചിട്ട് അവർക്ക് സ്റ്റേയോ അല്ലെങ്കിൽ അപ്പീൽ ഡിലേ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. ഒരു 662 ദിവസം അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. ആ സമയത്ത് എൻ്റെ വക്കീലിനെ അവിടെ സ്വാധീനിച്ചതിന് ശേഷം ഇവർക്ക് സ്റ്റേ ഓർഡർ കിട്ടി, ഡിലേ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്ത് ചെയ്തു. അതും 662 ദിവസത്തെ ഡിലേക്ക് ശേഷം. ആ സമയത്ത് തൃശ്ശൂർ കുടുംബ കോടതി ആ പ്രോപ്പർട്ടി എന്നോട് ലേലത്തിൽ പിടിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ പ്രോപ്പർട്ടി ഇപ്പോൾ 6% പലിശയാണ് കുടുംബ കോടതി വിധിച്ചിട്ടുള്ളത്. അത് 20 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ അവർക്ക് സ്റ്റേ കിട്ടിയിട്ടുള്ളത്. ഈ സ്റ്റേ പെറ്റീഷനിൽ സ്റ്റേ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗീത ടീച്ചർ 3 വർഷമായിട്ട് ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു. അത് ഞങ്ങൾ സെപ്റ്റംബർ 22-ാം തീയതിയാണ് അറിയണത്. അതിനെ തുടർന്നാണ് പേരാമംഗലം പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വാടകക്കാരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ വാടകക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേസില്ല, കേസ് കഴിഞ്ഞ പ്രോപ്പർട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വാടകയ്ക്ക് കൊടുത്തത്. 3 വർഷം വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ പ്രോപ്പർട്ടിയിൽ ഇതുവരെ ഗീത ടീച്ചർക്ക് കരം പോലും അടച്ചു കൊടുക്കാത്ത പ്രോപ്പർട്ടിയാണ്. അതായത് ഞാൻ ലേലം വിളിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഹൈക്കോടതിയിൽ 2 കൂട്ടരുടെ അപ്പീൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഹിയറിംഗ് കേട്ടിട്ടില്ല, ഹിയറിംഗ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. മാത്രമല്ല മീഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതിൽ 7 ദിവസം സമയം അവർക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫണ്ട് തരാൻ വേണ്ടിയിട്ട്. കാരണം കോടതിക്ക് ഓൾറെഡി ബോധ്യപ്പെട്ടതാണ് നമുക്ക് ഫണ്ട് ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഇത്രയും ഓർണമെൻറ്റ്സ് കിട്ടാനുണ്ടെന്ന് ഹൈക്കോടതിക്ക് ഓൾറെഡി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുസ്താഖ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ ബെഞ്ചായിരുന്നു. അപ്പോൾ ഇവർക്ക് 7 ദിവസം സമയം നൽകി 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊറോണയായിട്ട് കോടതി അടയ്ക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഹിയറിംഗ് നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ അടയ്ക്കുന്നതിന് മുൻപ് 7 ദിവസം സമയം ഇവർക്ക് കൊടുക്കുകയും എൻ്റെ ഇടപാട് തീർക്കാനും പറഞ്ഞിട്ടാണ് മീഡിയേഷൻ സെൻറ്ററിൽ നിന്ന് ഇവരെ പറഞ്ഞയച്ചത്. അതും മീഡിയേഷൻ സെൻറ്ററിൽ വന്നിരുന്നത് ഈ ബെഞ്ചിലെ ജഡ്ജി തന്നെയായിരുന്നു വന്നിരുന്നത് മീഡിയേഷനിൽ. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ സ്റ്റേ ഓർഡർ ദുരുപയോഗം ചെയ്ത് 3 വർഷം വാടകയ്ക്ക് കൊടുത്ത് ഏകദേശം 2,80,000 രൂപയോളം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഗീത ടീച്ചർ ഈടാക്കി കഴിഞ്ഞു. ഇതിലിപ്പം അന്ന് 2016 ഈ അറ്റാച്ച്മെന്റ് 2015 നടന്നിട്ട് അപ്പൊ നിങ്ങൾ ഈ വിൽപ്പന നടത്തിയെന്ന് അറിയുന്നത്? വിൽപ്പന നടത്തിയത് ഞങ്ങൾ അറിഞ്ഞത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം, 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും നിരോധനാജ്ഞ ഉത്തരവ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും എല്ലായിടത്തും. അതിനെ തുടർന്നാണ് അവർക്ക് കാരം അടച്ചു കൊടുക്കാൻ പറ്റാണ്ടായത്. ഈ പോലീസിൽ കൊടുത്ത പരാതി എന്താ ശരിക്കും? ആർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു? എൻ്റെ ഹസ്ബൻഡിനെതിരെയും ഗീത ടീച്ചർക്കെതിരെയും രജിസ്ട്രാർക്കെതിരെയും 3 പേർക്കെതിരെയും. അപ്പൊ അന്ന് എന്താ കൊടുക്കാതിരുന്നത്? അന്ന് ഹസ്ബൻഡ് നമ്മളുടെ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ 2016 ഈ വിൽപ്പന നടത്തിയതിന് ശേഷം നമ്മളുടെ ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഹൈക്കോടതിയിൽ മീഡിയേഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫണ്ട് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ജഡ്ജി സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കൊറോണയായിട്ട് വീണ്ടും അടയ്ക്കുന്നത്. മീഡിയേഷൻ കഴിഞ്ഞ് 2019 2019 അപ്പീല് അവർ നിൽക്കുന്നത്. 2019 കഴിഞ്ഞ് 2020 മീഡിയേഷൻ നടന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ മീഡിയേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരാതി കൊടുക്കുന്നത് ഇവർക്കെതിരെ എപ്പോഴാ പൈസ ഇനി കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത്? 2 മാസം മുൻപ് നമ്പർ 2 കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. എന്താണ് ഞങ്ങളുടെ എമൗണ്ട് തരാൻ ഉദ്ദേശിച്ചപ്പോൾ പറഞ്ഞു. അദ്ദേഹം തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഴയതെല്ലാം മറന്നു, ഇനിയും മറക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2.5 വയസ്സുള്ളപ്പോൾ വന്നതാണ് വീട്ടിലേക്ക്. എൻ്റെ കൊച്ചിന് 2.5 വയസ്സുള്ളപ്പോൾ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പം ഏകദേശം മകൻ പഠിക്കുന്ന 7ാം ക്ലാസ്സിലാണ്. ഇത്രയും വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ഷമിക്കാനും മറക്കാനും മനസ്സുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ വാശിക്കായിട്ട് അദ്ദേഹം ഇനി ഒരിക്കലും ഞങ്ങൾക്ക് തരാനുള്ള ഗോൾഡ് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനെ തുടർന്നാണ് നമ്മൾ പരാതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. സെപ്റ്റംബറിലാണ് നമ്മളിത് സംസാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ നമ്മൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് അറിഞ്ഞു. അത് ഞങ്ങളുടെ ഒരു നൈബർ പറഞ്ഞിട്ടാണ്. ആ പ്രോപ്പർട്ടിയിൽ ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രോപ്പർട്ടിയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ഇലക്ട്രീഷ്യനാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ അന്ന് ചെന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ അവിടെ അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ രാത്രി ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കേസില്ലാത്ത പ്രോപ്പർട്ടിയാണ്, കേസൊക്കെ കഴിഞ്ഞു, അത് പ്രശ്നമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 3 വർഷത്തോളമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ 2020 സ്റ്റേ കിട്ടിയതിന് ശേഷം
ആണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ കരം പോലും അടച്ചു കൊടുക്കാത്ത പ്രോപ്പർട്ടി മാത്രമല്ല ഇതിനൊരു തീരുമാനം ഹിയറിങ് ഫൈനലൈസ് ചെയ്ത് നിൽക്കല്ലേ. അപ്പോൾ നമ്മളായാലും അവരായാലും അതുമൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. മാത്രമല്ല ഇത്രയും 10 വർഷമായിട്ട് നമ്മൾക്ക് 1 രൂപ പോലും നമ്മളുടെ MCയിലേക്ക് തന്നിട്ടില്ല. അപ്പോൾ അവർ അനർഹമായ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ പിന്നാലെ നടക്കുന്നൊരവസ്ഥ. അതെ, ഇല്ല, മറ്റെവിടെയും പരാതി കൊടുത്തിട്ടില്ല. നമ്മൾ കമ്മീഷണർക്കാണ് നമ്മൾ എല്ലാ പരാതികളും കൊടുത്തിട്ടുള്ളത്. കമ്മീഷണർ അത് ACPക്കും പിന്നെ അതിൻ്റെ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. വേറെ എവിടെയും പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഉണ്ടായിട്ടില്ല. കാരണം മാക്സിമം ഇത് കേസാവാതിരിക്കാനായിട്ട് ഞങ്ങളെ പരാതി ക്ലോസ് ചെയ്ത് വിടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ ബേസിൽ മാത്രമാണ് പേരാമംഗലത്തേക്ക് വീണ്ടും ഫോർവേഡ് ചെയ്യുകയും അത് SHO കേസ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുകയും ചെയ്തത്. പക്ഷേ കേസ് ചാർജ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊക്കെ വകുപ്പുകളാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെയാണ് കുന്നംകുളം കോടതിയിൽ പോയിട്ട് അത് ബോധ്യപ്പെട്ടത്, നേരിട്ട് കണ്ട് FIR ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് BNS പ്രകാരമുള്ള വകുപ്പുകളാണ്, അതായത് നിലവിൽ ഇപ്പോൾ 2024 BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. അതിപ്പോൾ ഏകദേശം 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ അത് നിലവിൽ വന്നിട്ട്. അപ്പോൾ 2016 ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരമാണല്ലോ കേസ് ചാർജ് ചെയ്യേണ്ടത്. അതിന് പകരം പ്രതികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നു തരാം, കേസ് നടക്കട്ടെ, തരാം, കേസ് നടന്നോട്ടെ, പക്ഷെ ഞാൻ ഫണ്ട് റേസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തരാമെന്ന് നമ്മളോട് കൺവീനിയൻസ് ചെയ്ത് കേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളോട് പറയാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ACPയുടെ ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ എന്താ ഉണ്ടായത്? ACPയുടെ ഓഫീസിൽ ഞങ്ങൾ ആദ്യം കമ്മീഷണർക്കാണ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാറ്റർ പറയണം. കമ്മീഷണർക്കാണ് പരാതി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോൾ അത് ACPയുടെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. ACP അത് പേരാമംഗലം സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അങ്ങനെ ACPയുടെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ആ സമയത്ത് പേരാമംഗലത്തെ SHO അവിടെ ഉണ്ടായിരുന്നു. അപ്പം പരാതി എടുക്കാനായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 420 വകുപ്പൊന്നും ഞങ്ങളുടെ പരാതിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപിച്ചു. പുതിയ പരാതി നിങ്ങൾ അങ്ങനെ കൊണ്ടുവരണം, എന്നാൽ മാത്രമാണ് കേസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അധിക്ഷേപിച്ചു വിട്ടു. അതിൻ്റെ 2 ദിവസം ACP ഹൈക്കോടതിയൊക്കെ ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നല്ല. ഞങ്ങൾ ഹൈക്കോടതിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട. ഹൈക്കോടതിയിലെ കേസ് ഇറക്കി വെപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ഞാൻ പറയുന്നത് എന്താണെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും നിന്നില്ല. ഇല്ല, പരാതി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുമായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എൻ്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ വക്കീൽ മുഖാന്തരം വക്കീൽ നോട്ടീസ് അയച്ചു. അതായത് ഞങ്ങളുടെ പരാതിയിൽ അതായത് പാരഗ്രാഫ് 9 ഞങ്ങൾ എല്ലാ വകുപ്പുകളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വാസവഞ്ചന എല്ലാ കാര്യങ്ങളും ഞങ്ങളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പരാതിയിൽ അതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നമ്മൾ കമ്മീഷണർക്ക് ഒരു നോട്ടീസ് അയച്ചു. ACP കമ്മീഷണർക്കാണ് നമ്മൾ അയച്ചത്, വക്കീൽ നോട്ടീസ് അയച്ചത് കമ്മീഷണർക്ക്. ACP ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മീഷണർക്ക് അയച്ചു. അതിൻ്റെ പിറ്റേ ദിവസം CA എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേരാമംഗലം CA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാണ്. അതായത് ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പുറമേ ആയിട്ടാണ് ഇത് CA എന്നെ കോൺടാക്ട് ചെയ്തത്. CA എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുന്നംകുളം കോടതിയിൽ പോയിട്ട് എന്തൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ കംപ്ലീറ്റ് BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, CAനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CA പറഞ്ഞു, ഞാൻ ചോദിച്ചു BNS പ്രകാരമുള്ള വകുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ കേസ് സ്വാഭാവികമായിട്ടും തള്ളിപ്പോകില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷേ 2016 IPC 420 ഇട്ടാലാണ് അത് ശരിക്കും കേസായിട്ട് ചാർജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുൻപും പേരാമംഗലം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്ന സമയത്ത് ഒരു 24-ാം തീയതി ഞാൻ പരാതി കൊടുത്തിരുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൂടെ അവിടെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും ഗീത ടീച്ചറുടെ കൂടെയും രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അവരൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇവരുടെയൊക്കെ പിടിപാട് മൂലം മാക്സിമം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാതെ അത്രയും നാളെ അവർ നോക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പേരിലാണ് കേസ് പോലും രജിസ്റ്റർ ചെയ്തത്. അതെ, ACPയും പേരാമംഗൽ SHOയും ശ്രമിച്ചിട്ടുണ്ട് 100%. എന്തായിരുന്നു പരാതി ആദ്യം കൊടുത്ത പരാതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി, അതായത് ഞങ്ങൾ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട പ്രോപ്പർട്ടി ഗീത ടീച്ചർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിയുന്നത് അതായത് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തത് തൃശ്ശൂർ ഫാമിലി കോടതിയിൽ നമ്മൾ റിട്ടേൺ ഓഫ് ഓർണമെന്റ്സിനെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ ഓഫ് ഓർണമെന്റ്സിനെ ഫയൽ ചെയ്ത ഭാഗമായിട്ട് നമ്മൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേരിലുമായിരുന്നു പ്രോപ്പർട്ടി. അത് നമ്മുടെ ഗോൾഡ് യൂസ് ചെയ്തിട്ടാണ് മേടിച്ചിട്ടുള്ളത്, ഘട്ടം ഘട്ടമായിട്ട് യൂസ് ചെയ്തിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടി ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു. ജപ്തി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോപ്പർട്ടി എൻ്റെ ഹസ്ബൻഡ് ഗീത ടീച്ചർക്ക്, അതായത് തൃശ്ശൂർ കുറുക്കഞ്ചേരി സ്കൂളിലെ അധ്യാപികയാണ്, പുള്ളിക്കാരിക്ക് അത് മറച്ചു, ജപ്തി നിലനിൽക്കെ മറച്ചു. അത് രജിസ്ട്രാറും ഗീത ടീച്ചറും എൻ്റെ ഹസ്ബൻഡും കൂടി 3 പേരും കൂടി ഒത്തുകൂടി ചേർന്ന് ചെയ്ത പണിയായിരുന്നു. എനിക്ക് ഗോൾഡ് തരാതിരിക്കാൻ വേണ്ടി, കാരണം ഹസ്ബൻഡ് പലതവണ എന്നോട് വെല്ലുവിളിക്കും, ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം നോക്കും, കഴിവുണ്ടെങ്കിൽ കേസ് ജയിക്കും, അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുൻപ് അദ്ദേഹം പറഞ്ഞു ഇനി ഒട്ടും നമ്മുടെ ഗോൾഡ് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി നമുക്കത് കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചു തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയിരുന്നു. ഇപ്പം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു, അതായത് പരാതി കൊടുത്തു. 2016 കേസ്, അതായത് നടന്ന സംഭവത്തിനെ കുറിച്ച് നമ്മൾ പരാതി രജിസ്റ്റർ ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിൽപ്പന നടത്തിയെന്ന് പറയുന്നത് 2016 2016, അതായത് ഡിസംബറിൽ ഞങ്ങൾ അറ്റാച്ച്മെന്റ് ചെയ്തു. 1-ാം തീയതി തന്നെ, ജനുവരി 1-ാം തീയതി തന്നെ അത് തിരിമറിച്ചു. ഈ വിൽപ്പനയുടെ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി കൊടുത്തത്. അതെ, ആ പരാതിയാണ് ഇവർ എടുക്കാതിരുന്നത്. അതെ. ഹസ്ബൻഡ് എന്താ സർക്കാർ ജീവനക്കാരനാണ്? അതെ, ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിൽ വർക്ക് ചെയ്യുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്, LD ക്ലർക്കാണ്. ഈ സംഭവം നടക്കുമ്പോഴോ? അതെ, അപ്പോഴും ഇരിങ്ങാലക്കുടയാണോ? അല്ല, ഇരിങ്ങാലക്കുട അല്ല, അന്ന് തൃശ്ശൂർ കോർപ്പറേഷനിലായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഇതിലിപ്പം ഇനിയിപ്പോൾ എന്താ ഫർദർ നടപടി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒരു വലിയൊരു തെറ്റാണല്ലോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത്രയും ഓർണമെന്റ്സ് കിട്ടാൻ കിടക്കുമ്പോഴാണ് അത് തിരിമറിച്ചിട്ടുള്ളത്. അത്രയും നഷ്ടമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തായാലും ഇവർക്കെതിരെ ചാർജ് എടുക്കണം. പിന്നെ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന ACPക്കെതിരായാലും SHOനെതിരായാലും നടപടി എടുക്കണം. നമ്മളിപ്പോൾ SHOനെതിരെ SHO ആണല്ലോ ഈ വകുപ്പ് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് SHOക്കെതിരെ നടപടി എടുക്കാൻ കമ്മീഷണർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഹൈക്കോടതിയിൽ നമ്മളുടെ ഹിയറിംഗ് ഉടനെ തന്നെ ഇറക്കി വെപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ എന്താ ഇതിന്റെ അപ്പീലാണോ? അതെ, അപ്പീലാണ്. ഹസ്ബൻഡിന്റെയും ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുള്ള ടീച്ചറുടെയും അപ്പീലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അവർ ഒരുമിച്ച് നിന്നിട്ടാണ് കളിക്കുന്നത്. ഇപ്പം ഇത്രയും ജപ്തി ചെയ്തതിന് ശേഷം എന്താ ഇതുവരെ ഹസ്ബൻഡ് ഇപ്പം ജപ്തിയുള്ള വസ്തുവാണല്ലോ വിറ്റിട്ടുള്ളതും ഗീത ടീച്ചർ വാങ്ങിയിട്ടുള്ളതും, ഇതുവരേക്ക് ഹസ്ബൻഡിനെതിരെ ഒരു പരാതി പോലും ഗീത ടീച്ചർ നൽകിയിട്ടില്ല. അതായത് പറഞ്ഞുകൊണ്ട് അവരെ ചതിച്ചുവെങ്കിൽ അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് സ്വാഭാവികമായിട്ടും വരണമല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ല.